ഹലോ എവറി വൺ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിഹൗ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നത് തേർഡ് മോഡ്യൂളിൽ PKCS പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ അവസാനമായിട്ട് വീഡിയോ ക്ലാസ് നിർത്തിയിരുന്നത്. ദാറ്റ് മീൻസ് റെക്കോർഡഡ് ക്ലാസ് നിർത്തിയിരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് നമ്പർ തിയറി. ദാറ്റ് മീൻസ് കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് ഈ മോഡ്യൂളിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാനുള്ള RSA, ഡിഫി, ഹെൽമൻ, കീ എക്സ്ചേഞ്ച് അൽഗോരിതം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ we have to know the basic concepts behind these particular algorithms. That is a mathematical concept which is lying behind these algorithms. അപ്പം അതിനു വേണ്ടി കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് നോക്കാനുണ്ട്. ഇതിനകത്ത് കുറച്ചൊക്കെ തിയറംസും പ്രൂഫ്സൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഫ്രീക്വൻ്റ്ലി ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പം എല്ലാം ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നില്ല ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ടൈം. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ആർ പ്രൈം നമ്പേഴ്സ്, വാട്ട് ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഹൗ ടു ഫൈൻഡ് ദ GCD of two numbers. These all things you are already aware. Okay, so there is no need to waste time to repeat such kinds of things to you again and again. ഓക്കെ സോ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതിനകത്ത് പഠിക്കാനുള്ള അടുത്ത ഒരു ഫേമസ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ തിയറം. ദർ ഇസ് നോ നീഡ് ടു പ്രൂവ് ഇറ്റ് ഓർ അതർവൈസ് ദർ ഇസ് നോ നീഡ് ടു റൈറ്റ് ദ കറസ്പോണ്ടിങ് പ്രൂഫ് ഫോർ ദിസ് പെർട്ടിക്കുലർ തിയറം. ഓക്കെ, വെറുതെ തിയറം സ്റ്റേറ്റ് ചെയ്താൽ മതി. ഇതങ്ങനെ പോസിബിളി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറില്ല. ബട്ട് സിംപ്ലി വി ക്യാൻ നോ ഓർ വി നീഡ് ടു നോ വാട്ട് ഇസ് ആക്ച്വലി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക. Every integer which is greater than 1 and for all prime numbers p1, p2, etc. pk, okay, can be written in the form p1 raised to n1, p2 raised to n2, etc. pk raised to nk, where ni greater than or equal to 0 and pi's are all prime. Okay, ഇങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ സിംപ്ലി ഹാവ് ടു ബൈ ഹാർട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ്സ് ഓൾ വാട്ട് വി ക്യാൻ ഡു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു നമ്പറിനെ എടുത്താലും ഇൻ ടേംസ് ഓഫ് പ്രൈം നമ്പേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇഫ് യു ടേക്ക് എനി നമ്പർ, ഓക്കെ, എനി നമ്പർ യു ക്യാൻ സിംപ്ലി ഡിഫൈൻ ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ഇൻ ടേംസ് ഓഫ് definite numbers of prime numbers. That is, you can define a particular number in terms of various prime numbers. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത്. 6 ക്യാൻ ബി റിട്ടൺ ആസ് 2 into 3. മൾട്ടിപ്ലിക്കേഷൻ ഫോർമാറ്റാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 into 3 ആയിട്ട് 6 എഴുതാം. 2 and 3 are prime numbers. ഇനി 110, ശരിക്കും 2 into 55 ആണ് 110. 2 ഓൾറെഡി പ്രൈം ആണ്. 55നെ വീണ്ടും നമുക്ക് മിനിമൈസ് ചെയ്ത് ഏത് ലെവലിൽ കൊണ്ടുവരാം? 5 into 11. അപ്പോൾ 2ഉം 5ഉം 11ഉം എല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ, 48. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2 into 24. ഓൾറെഡി 2 is a prime number. There is no need to minimize that 2. 24നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 into 12. 2 വീണ്ടും സെക്കൻഡ് 2 കിട്ടി, അതും പ്രൈം നമ്പറാണ്. ദർ ഇസ് നോ നീഡ് ടു ഗോ ഫോർ ഫർദർ മിനിമൈസേഷൻ. 12 എന്ന് പറയുന്നത് 2 into 6 ആണ്. ഓക്കെ, വീണ്ടും മൂന്നാമത്തെ 2 കിട്ടി, നോ നീഡ് ടു ഗോ ഫോർ ഫർദർ മിനിമൈസേഷൻ. 6നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 into 3 എഴുതാം. ദാറ്റ് മീൻസ് 2 raised to 4 into 3 ചെയ്താൽ we will be getting the value 48. That is, we can represent the number 48 with the help of two prime numbers 2 and 3. That is, 2 raised to 4 into 3 is actually 48. ഓക്കെ, അപ്പോൾ ഏതൊരു നമ്പറിനെയും നമുക്കിങ്ങനെ പ്രൈം നമ്പേഴ്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ശരിക്കും നോക്കാനുള്ളത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറമാണ്. ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ആണ്. ദിസ് വിൽ ബി ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആൻഡ് യു നീഡ് ടു സിംപ്ലി മെമ്മറൈസ് ഇറ്റ് ഓർ ബൈ ഹാർട്ട് ഇറ്റ്. ദാറ്റ്സ് ഓൾ വാട്ട് വി ക്യാൻ ഡു. ഇതിനകത്ത് എങ്ങനെയാണ് ഇതെല്ലാം തിയറം എഴുതുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്, പ്രൂഫ് എഴുതുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്നും നമുക്കിപ്പം എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം, സാവകാശം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സിംപ്ലി യു ഹാവ് ടു മെമ്മറൈസ് ഓർ ബൈ ഹാർട്ട് ഇറ്റ്. ദാറ്റ്സ് ഓൾ വാട്ട് വി ക്യാൻ ഡു ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ in order to attend the university examinations and all. Okay, since we are already aware that such kinds of questions will be asked for university examination, for the sake of the scene you have to simply memorize this. Okay, അപ്പം അതേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് സിംപ്ലി ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇഫ് P is prime number
and a is a positive integer which is not divisible by p. Okay, so if p is a prime number and a is a positive integer which is not divisible by p, then you can simply write based on Fermat's little theorem that GCD of a comma b is equal to 1. Okay, GCD of a comma p is equal to 1. Okay, or otherwise you can write in another form, a raised to p minus 1 is equivalent to 1 mod p. A raised to p minus 1 is equivalent to 1 mod p. So you have to note one thing, p is a prime number and a is a positive integer which is not divisible by p. Then you can write GCD of a comma p is equal to 1. Then and also we can write a raised to p minus 1. Okay, a raised to p minus 1 is equivalent to 1 mod p. ശ്രദ്ധിക്കുക, a raised to p minus 1 is equivalent to 1 mod p. അപ്പം ഈ പറയുന്ന തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രോബ്ലംസിൽ ഇനി യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ആ പ്രോബ്ലംസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തിയറംസും സ്റ്റേറ്റ് ചെയ്യുകയും പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ. അപ്പം ജസ്റ്റ് ഇത് ഫെർമാസ് ലിറ്റിൽ തിയറം എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ സിംപ്ലി ഹാവ് ടു മെമ്മറൈസ് ഇറ്റ്. ഓക്കെ, ഇതാ നോക്കിയേ, നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫെർമാസ് ലിറ്റിൽ തിയറം. Find the remainder of 3 raised to 10 when divisible by 11. That is, Fermat's little തിയറത്തിനെ ബേസ് ചെയ്ത് ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 raised to 10, ഓക്കെ, 11 ഡിവൈഡ് ചെയ്യുമ്പോൾ what is the remainder that is obtained? With the help of Fermat's little theorem, you have to find the remainder of 3 raised to 10 when divisible by 11. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെർമാസ് തിയറം എന്താ സ്റ്റേറ്റ് ചെയ്തെന്നുള്ളത് നോക്കാം. എ റേസ് ടു പി മൈനസ് 1 is equivalent to 1 mod p എന്നാണ് നമ്മൾ ഫെർമാസ് തിയറം സ്റ്റേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ 3 raised to 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3 raised to 10 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ എന്ത് കിട്ടും റിമൈൻഡർ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, 3 raised to 10. അപ്പം 3 raised to 10-ൽ 3 raised to 10 ആണ് പവറിൻ്റെ സ്ഥാനത്ത് കിടക്കേണ്ടതെങ്കിൽ നമുക്ക് പിയുടെ വാല്യൂ എന്താക്കി കൊടുത്താലേ പറ്റുള്ളൂ, 11 എന്ന് കൊടുത്താലേ പറ്റുള്ളൂ അല്ലേ. ഇതാ നോക്കിയേ, എ റേസ് ടു പി മൈനസ് 1 ഇസ് ഈക്വലൻ ടു 1 mod p. അതിൻ്റെ മീനിങ് എന്താണ്, നമ്മളിപ്പോൾ എ റേസ് ടു പി മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ചെയ്താൽ 1 കിട്ടും. അതാണ് ശരിക്കും മീൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഫെർമാസ് ലിറ്റിൽ തിയറം പറയുന്നത് എ റേസ് ടു പി മൈനസ് 1 ഇസ് ഈക്വലൻ ടു 1 mod p എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേസ് ടു പി മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ചെയ്താൽ റിമൈൻഡർ യു വിൽ ബി ഗെറ്റിംഗ് 1 എന്നാണ് ഫെർമാസ് ലിറ്റിൽ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ട് 3 raised to 10 when divisible by 11 കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും പിയുടെ വാല്യൂ എന്താണ്, 11 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 11 മൈനസ് 1 നമുക്ക് 10 കിട്ടുന്നതും 3 raised to 10 equivalent to 1 mod 11 എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 3 raised to 10 equivalent to 1 mod 11 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ 3 raised to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് വാല്യൂ 59049. Actually, when you do the division operation, that is when you divide 59049 with 11, you will be definitely getting the remainder 1. So hence, with the help of little Fermat's theorem, you can prove this a raised to p minus 1 is equivalent to 1 mod p. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 raised to 10-നെ 11 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫൈൻഡ് ദ റിമൈൻഡർ ഓഫ് 3 raised to 10 when divisible by 11. സോ ആക്ച്വലി ഫെർമാസ് തിയറം പറയുവാണെന്നുണ്ടെങ്കിൽ 3 raised to 10 11 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് ദ റിമൈൻഡർ 1. ഓക്കെ, ഇനി 3 raised to 14 when divided by 15 will be giving 1. മനസ്സിലായപ്പം ആ 11 ഏത് നമ്പർ വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ നമ്പർ മൈനസ് 1-ൻ്റെ പവർ 3 raised to ആ പവർ എടുത്തു കഴിഞ്ഞാൽ ഈസിലി യു വിൽ ബി ഗെറ്റിംഗ് ദ റിമൈൻഡർ as 1. ഓക്കെ, അപ്പോൾ അതാണ് ഫെർമാസ് ലിറ്റിൽ തിയറം. ശ്രദ്ധിക്കുക, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓയിലേഴ്സ് ടോട്ടൻ ഫംഗ്ഷൻ phi of n. phi of n എന്താ സ്റ്റേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓയിലേഴ്സ് ടോട്ടൻ ഫംഗ്ഷൻ phi of n is defined as a total number of positive integers. ശ്രദ്ധിക്കുക, ടോട്ടൽ നമ്പറാണ്, കൗണ്ടാണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ബട്ട് വിച്ച് ഇസ് ലെസ് ദാൻ n. phi of n ആണെങ്കിൽ n-നേക്കാൾ കുറവായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. That is between 1 and n minus 1. It is more clear from the statement. 1 and n minus 1-ന് ഇടയ്ക്കുള്ള നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ബട്ട് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n. n-ന് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 1-നും n minus 1-നും ഇടയിലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ കൗണ്ടാണ് നമുക്ക് phi of n വെച്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുന്നതായിരിക്കും ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. phi of 4 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു phi of n നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 1 to n minus 1 വരെയുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആദ്യം എടുക്കുക.
ഓക്കെ, ബട്ട് റിലേറ്റീവ്ലി പ്രൈം ടു ദാറ്റ് എൻ ആയിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഫോറിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ എന്താ 3. ഇപ്പോൾ 1 2 3 നമുക്ക് എടുക്കാം. 1 to n-1 അല്ലേ, അപ്പോൾ 1 2 3 എടുത്തു. പക്ഷേ 2 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി ഡിവിസിബിൾ ബൈ 4 അല്ലേ. 2 4ഉം ഡിവിസിബിൾ ആണ്. അപ്പം നമുക്ക് 2 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഡിവിസിബിൾ അല്ലാതെ പ്രൈമായിട്ട് നിൽക്കുന്ന രണ്ട് നമ്പേഴ്സേ ഉള്ളൂ 4ന് താഴെയായിട്ടുള്ളത്, 1ഉം 3ഉം ആണ്. അപ്പം എത്ര നമ്പേഴ്സ് നമുക്ക് അതിൽ നിന്നും കിട്ടി? 2 നമ്പേഴ്സ്. സോ 5 of 4 is equal to 2. സോ ശ്രദ്ധിക്കുക, 5 of 4 is equal to 1,3 എന്നുള്ളതല്ല ആൻസർ. ആ 1ഉം 3ഉം എന്ന് പറയുന്ന 2 നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ 5 of 4 is equal to 2 എന്ന് വേണം നിങ്ങൾ ശരിക്കും എഴുതാൻ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 5 of 5. ഓക്കെ, 5 of 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 4 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് എടുക്കാനുള്ളത്. 1 2 3 4 നിങ്ങൾ എടുത്തു. ഇതിൽ ഏതെങ്കിലും നമ്പർ 5 ആയിട്ട് ഡിവിസിബിൾ ആണോ? 1 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഈ 4 നമ്പേഴ്സും എനിക്ക് എടുക്കാം. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്, ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വിച്ച് ഇസ് നോട്ട് ആക്ച്വലി ഡിവിസിബിൾ ബൈ 5, ഓക്കെ, എടുക്കാൻ പറ്റുന്നത് 4 എടുക്കാം. സോ ദ കൗണ്ട് ഇസ് 4. ഓക്കെ, ഇനി 5 of 7 നോക്കാം. 1 2 3 4 5 6. ഇതിൽ ഒരു നമ്പർ പോലും 7ഉമായിട്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇതിന് 6 നമ്പേഴ്സും എനിക്ക് എടുക്കാം 5 of 7. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏതൊരു പ്രൈം നമ്പറിൻ്റെയും ഓയിലേഴ്സ് ടോട്ടൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ആ നമ്പർ -1 ആയിരിക്കും. എന്താ നോക്കിയേ, 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. ഓയിലേഴ്സ് ടോട്ടൽ ഫംഗ്ഷൻ ഓഫ് 5 എടുത്തപ്പോൾ നമുക്ക് 4 കിട്ടി. ഓയിലേഴ്സ് ടോട്ടൽ ഫംഗ്ഷൻ ഓഫ് 7 എടുത്തപ്പോൾ 6 കിട്ടി. ദാറ്റ് മീൻസ് എനി നമ്പേഴ്സ് ഇതെടുത്തു കഴിഞ്ഞാൽ എന്നീ നമ്പേഴ്സ് ഓയിലേഴ്സ് ടോട്ടൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈം നമ്പറാണ് ആ ഒരു പെർട്ടിക്കുലർ നമ്പറെങ്കിൽ, ഏതൊരു പ്രൈം നമ്പറിൻ്റെയും ഓയിലേഴ്സ് ടോട്ടൽ ഫംഗ്ഷനാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ നമ്പർ -1 അങ്ങ് ചെയ്താൽ മതി. But it is not in the case when you want to find the Euler's total function for a composite number. അത് വേരി ചെയ്യും, അത് നമ്മൾ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി 2 പ്രൈം നമ്പേഴ്സിൻ്റെയും കൂടി ഒരുമിച്ച് Euler's total function കണ്ടുപിടിക്കണമെങ്കിൽ, if you want to find the Euler's total function of 2 prime numbers, that is if you want to find phi of p comma q, simply do p minus 1 into q minus 1. ഓക്കെ, അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ us in order to do further problems and all. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത തിയറമാണ്. അടുത്ത തിയറമും പ്രൂഫും നിങ്ങൾ പഠിക്കേണ്ടത് ഓയിലേഴ്സ് തിയറമാണ്. ശ്രദ്ധിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം പഠിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും എല്ലാം മാൻഡേറ്ററി ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ, മെമ്മറൈസ് ചെയ്താലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെമ്മറൈസ് ചെയ്യേണ്ട സെക്കൻഡ് ഒരു തിയറമാണ് ഓയിലേഴ്സ് തിയറം. യു ഹാവ് ടു സിംപ്ലി മെമ്മറൈസ് ദിസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a raised to phi of n is equivalent to 1 mod n. That is, Euler's theorem states that for every a and n, okay, for every a and n that are relatively prime, we have to prove that a of phi of n is equal to a of phi of n is equivalent to 1 mod n. ഓക്കെ, സോ അതാണ് ഓയിലേഴ്സ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 minute. ഓക്കെ, ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഞാനത് കോൾ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ തിയറം സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും മാൻഡേറ്ററി ആയിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പം a raised to phi of n is equivalent to 1 mod n എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ യു ടു ഡു ദ ഫർദർ പ്രോബ്ലംസ് വർക്കൗട്ട് ആൻഡ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2-3 പ്രോബ്ലംസ് ആണ്. ശ്രദ്ധിക്കാം, നമുക്ക് ഈ ഒരു സംഭവം അറിയാം, a raised to phi of n is equivalent to 1 mod n. അതിനെ ബേസ് ചെയ്ത് നമുക്ക് 1-2 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, യൂസിങ് ഓയിലേഴ്സ് തിയറം സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം. ഓക്കെ, n is equal to 4 and a is equal to 7 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, n is equal to 4 തന്നിട്ടുണ്ട്, a is equal to 7 തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം a raised to phi of n is equivalent to 1 mod n. ഓക്കെ, a raised to phi of n is equal to 1 mod equivalent to 1 mod n. അപ്പോൾ phi of n നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ട, n-ൻ്റെ വാല്യൂ 4 തന്നിട്ടുണ്ടെങ്കിൽ phi of 4 എന്താണ്, 1ഉം 2 നമുക്കുള്ളൂ. അപ്പോൾ 2 നമ്പേഴ്സാണ്, അപ്പോൾ 2 ആണ് ആൻസർ. അപ്പം a raised to phi of n, ദാറ്റ് മീൻസ് a raised to 2 equivalent to 1 mod n ആണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. a raised to 2 എന്ന് പറഞ്ഞാൽ a ഓൾറെഡി നമുക്ക് 7 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 7 raised to 2 equivalent to 1 mod 4. ശ്രദ്ധിക്കാം, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. 7 raised to 2
ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 കിട്ടും എന്നതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. 7^2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് തന്നെ ആയിരിക്കും റിമൈൻഡർ കിട്ടുന്നത്? 1. കണ്ടോ, റിമൈൻഡർ 1 തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി ഇതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നാലും ഡെഫിനറ്റ്ലി യു ക്യാൻ ആൻസർ. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു ഹാവ് എ കാൽക്കുലേറ്റർ ഇൻ യുവർ ഹാൻഡ് ഇൻ ഓർഡർ ടു ഡു ദോസ് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ്. ഓക്കെ, ഇത് മാത്രമല്ല RSA പോലുള്ള ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണമെങ്കിലും ഡെഫിനറ്റ്ലി യു നീഡ് ടു ഹാവ് എ കാൽക്കുലേറ്റർ ഇൻ യുവർ ഹാൻഡ്. ഓക്കെ, അടുത്തത് പഠിക്കാനുള്ള ശ്രദ്ധിക്കുക. ഇത് യൂക്ലീഡിയൻ അൽഗോരിതം എന്നാണ്, യൂക്ലിഡിയൻ അല്ല, യൂക്ലിഡിയൻ, EUCLIDEAN അൽഗോരിതം. ഓക്കെ, സോ വാട്ട് ഡസ് യൂക്ലിഡിയൻ അൽഗോരിതം സ്റ്റേറ്റ്? ഫോർ എനി ഇൻറ്റീജേഴ്സ് A, B with A greater than or equal to B greater than or equal to 0, Euclidean algorithm states that GCD of A comma B is equal to GCD of B comma A mod B. Okay, if you want to find the GCD of two numbers, okay, that is possible by simply applying this formula, that is GCD of B comma A mod B വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് യൂക്ലിഡിയൻ അൽഗോരിതം ആണ്. അപ്പം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കാം, സ്ഥിരം പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യൂക്ലിഡിയൻ അൽഗോരിതം ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ചോദിക്കാറുണ്ട്. അപ്പം ഒന്നെങ്കിൽ യൂക്ലിഡിയൻ അൽഗോരിതം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്ത് GCD കണ്ടുപിടിക്കാൻ സ്ഥിരമായിട്ട് പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്ത് GCD of 55,22 എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പം യൂക്ലിഡിയൻ അൽഗോരിതം എന്താ പറയുന്നത്? GCD of A, B is equal to GCD of B, A mod B ആണ്. അപ്പോൾ അതായത് GCD of 55,22 is equal to GCD of ഇവിടുത്തെ B എന്തുവാ? 22 ആണ്. A mod B എന്ന് പറയുമ്പോൾ 55 mod 22. 55 mod 22 നിങ്ങൾക്ക് എന്ത് കിട്ടും? 11 ആണ് ആൻസർ. ഓക്കെ, 55 ഡിവൈഡ് ബൈ 22 ചെയ്യുമ്പോൾ റിമൈൻഡർ നിങ്ങൾക്ക് 11 കിട്ടും. അടുത്ത വീണ്ടും നമുക്ക് എപ്പോഴാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനത് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. GCD of it is specified somewhere here. See, GCD of A comma 0 is equal to 1. GCD of A comma 0 is equal to A. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, അത് വരെ ആയിരിക്കും, അതായത് GCD of A comma 0 കിട്ടുന്നത് വരെ ആയിരിക്കും നമ്മളിത് ഈ പ്രൊസീജിയർ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ GCD of A comma 0 is always equal to A. ശ്രദ്ധിക്കുക, GCD of A comma 0 is equal to A. അപ്പോൾ അതുകൊണ്ട് അതുവരെ ആയിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, GCD of 22,11 11 ആണ് കിട്ടിയിരിക്കുന്നത്, 0 ആയിട്ടില്ല പാട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും GCD of B, A mod B അപ്ലൈ ചെയ്യും. അപ്പോൾ GCD of 11,0 കിട്ടും. GCD of 11,0 is same as that of 11 itself. ഓക്കെ, അപ്പോൾ 11 കിട്ടി. അടുത്തൊരു വാല്യൂ നോക്കാം. GCD of 18,12. ഇവിടെ B എന്ന് പറഞ്ഞാൽ 12 ആണ്, A എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പം 18 mod 12. 18 mod 12 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 6 ആണ് കിട്ടുന്നത്. അപ്പോൾ 6 ആണ് B പാർട്ടിൽ വന്നിരിക്കുന്നത്, 0 ആയിട്ടുള്ള. വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം 6,12 mod 6. അപ്പോൾ 6,0 കിട്ടും. 6 തന്നെയാണ് ആൻസർ. സോ ഡെഫിനറ്റ്ലി യു മൈറ്റ് ബി നൗ നോയിങ് ഹൗ ടു ഫൈൻഡ് ദ GCD of two numbers with the help of Euclidean algorithm. The second famous important type of algorithm that you have to use in order to find the GCD of two numbers is extended Euclidean algorithm. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, to find the GCD of two numbers A, B, we can simply form it in the form of an equation. അതായത് AX plus BY is equal to D എന്നൊരു ഫോർമാറ്റിലോട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം പറയുന്നത്. അതായത് നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ GCD കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു പാരാമീറ്റേഴ്സ് X and Y, okay, you can represent that particular numbers in form of a equation AX plus BY is equal to D. അതാണ് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ പഠിച്ചതുപോലെ യൂക്ലിഡിയൻ അൽഗോരിതം പോലെ അത്ര സിമ്പിളല്ല, എന്നാലും ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൗ ടു ഫൈൻഡ് GCD of 888,54 with the help of extended Euclidean algorithm നോക്കാം. അപ്പം A, B ആണ്. നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ പറഞ്ഞു GCD of A, B എങ്ങനെയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടേണ്ടത്? AX plus BY എന്നൊരു ഫോർമാറ്റിലോട്ട് കിട്ടണം. അതായത് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റുകയും വേണം. അവസാനം GCD of A, B ഏത് രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം? AX plus BY എന്നൊരു രൂപത്തിൽ എനിക്ക് എഴുതാനും പറ്റണം. അപ്പോൾ എയുടെ കൂടെ എക്സ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവണം, പ്ലസ് ബിയുടെ കൂടെ വൈ എന്ന് പറയുന്ന വേറൊരു വാല്യൂ ഉണ്ടാവണം. ഇത്രയും മനസ്സിലാക്കുക. അപ്പം GCD of 888,54 നിങ്ങൾ എന്ത് ചെയ്യും? 888 എടുക്കുക. എങ്ങനെയെങ്കിലും 54ൻ്റെ ടേംസിൽ 888നെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക? 54 ഇൻറ്റു സംതിങ് പ്ലസ് സംതിങ്, ആ രീതിയിൽ വേണം എഴുതാൻ. ശ്രദ്ധിക്കുക, ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് ആ രീതിയിൽ എഴുതരുത്. 888നെ
54ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 54 ഇൻറ്റു സംതിങ് പ്ലസ് സംതിങ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമേ എഴുതാവുള്ളൂ. അപ്പോൾ 54 × 16 + 24 ആണ് 888. ശ്രദ്ധിച്ചോ, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിക്കോളൂ. 54 × 17 ചെയ്താൽ 888ക്കാൾ വലിയ നമ്പർ കിട്ടും. അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ 54 × 16 + 24 ചെയ്താൽ 888 കിട്ടും. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നിർത്താൻ പറ്റില്ല, ബിക്കോസ് +24 ആണ് കിട്ടിയത്. +0 കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ 54നെ 24ൻ്റെ ടേംസിൽ എഴുതും. ഇതേ സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് 54 = 24 × സംതിങ് + സംതിങ്. അപ്പോൾ 24 × 2 48 ആണ്, +6 ആണ് 54. 24 × 3 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 70 സംതിങ് വാല്യൂ. അത് പറ്റത്തില്ല, മൈനസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പ്ലസ് സംതിങ് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ 24 × 2 + 6 ആണ് 54. സെക്കൻഡ് ഇക്വേഷൻ. ഇനി 24നെ എടുക്കുക, 6ൻ്റെ ടേംസിൽ എഴുതുക. 6 × 4 തന്നെയാണ് 24 +0. അപ്പോൾ നമുക്ക് നിർത്താം. ഇനി ഫേർദറായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കിവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റിയത് എവിടെ വെച്ചാണ്? 6നെ 24നെ 6ൻ്റെ ടേംസിൽ എഴുതിയപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? നമുക്കിവിടെ നിർത്താൻ പറ്റിയത്. അപ്പോൾ ഇവിടുത്തെ GCD വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് GCD വാല്യൂ കിട്ടിയത് അത് തൊട്ട് നിങ്ങൾ റിവേഴ്സിൽ ട്രാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിച്ചേ, 6നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ്? 6 = 54 - 24 × 2 അല്ലേ? 6 = 54 - 24 × 2. എന്തുകൊണ്ട് 6നെ സെലക്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഏത് നമ്പർ അപ്ലൈ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഫൈനലി +0യിൽ എൻഡ് ചെയ്യാൻ പറ്റിയത്, അവിടെ നിന്ന് വേണം പിടിച്ച് മേളിലോട്ട് പോകാൻ. അപ്പോൾ 6 = 54 - 24 × 2. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, എൻ്റെ എയും ബിയും എന്താണ്? 888 54 ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടണം? 888 × x എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. +54 × y, വൈയും എന്തെങ്കിലും വാല്യൂ ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും എന്ത് കിട്ടി? 54 - 24 × 2 കിട്ടി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എനിക്ക് 54 കിട്ടി അല്ലേ? 54 എന്തായാലും വൈയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ആ 54 മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഒരിക്കലും മൈനസ് നമുക്ക് വലിയ റെലവൻ്റ് തരുന്ന കാര്യമല്ല. കഴിവതും പ്ലസ്സസ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് എപ്പോഴെങ്കിലും മൈനസ് കണ്ടാൽ അത് എങ്ങനെയെങ്കിലും പ്ലസ് ആക്കാൻ ശ്രമിക്കുക. 54 - 24 × 2 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 54 + 24 × -2 ആണ് അല്ലേ? 54 + 24 × -2 തന്നെയാണ് ഈ സംഭവം എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? 54 + 24നെ എനിക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോയേ. 24 = 888 - 54 × 16. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആൻസർ ഈ രൂപത്തിൽ കിട്ടണം. കണ്ടോ, 888x + 54y. എൻ്റെ എയുടെ സ്ഥാനത്ത് എനിക്ക് GCD of 888, 54 അല്ലായിരുന്നോ? അപ്പം GCD of A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX + BY. അതായത് എയുടെ സ്ഥാനത്ത് ഇവിടെ 888, ബിയുടെ സ്ഥാനത്ത് 54. അപ്പം AX എന്ന് പറഞ്ഞാൽ ഇവിടെ -2 കിട്ടി, Y എന്ന് പറഞ്ഞാൽ 33 കിട്ടി. അപ്പം എനിക്ക് ഈ രൂപത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സംഭവത്തിനകത്ത്, ഞാൻ എഴുതുന്ന സംഭവത്തിനകത്ത് 888 പോലെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരണം അല്ലേ? അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ 24നെ ഞാൻ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 24 = 888 - 54 × 16. 888 - 54 × 16. പിന്നെ ഓൾറെഡി -2 എക്സിസ്റ്റ് ചെയ്തിരുന്നു. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 54 + 888 + 54 × -16 × -2. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ പറഞ്ഞു നമുക്ക് മൈനസുകൾ അകത്ത് വന്നാലും വെളിയിൽ അങ്ങനെ വരുന്നതിനോട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പം 888 + 54 × -16 × -2. ഇനി നമുക്ക് ബ്രാക്കറ്റ് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാം. 54 + 888 × -2. ശ്രദ്ധിക്കുക, ഇത് അപ്പോഴെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതി വെക്കരുത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ല വേണ്ടത്, നമുക്ക് AX + BYയുടെ ഫോമാറ്റിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ 888 × -2 + 54 × 16 × 2 നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. കാരണം എനിക്ക് 54 എന്ന് പറയുന്ന സംഭവം മതി, എൻ്റെ ബിയുടെ സ്ഥാനത്ത് 54 വേണം. ആ 54 അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. 16 × 2 ചെയ്തോളൂ. -16 × -2 32 കിട്ടും. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഞാൻ മൈനസ് അകത്തോട്ട് കൊണ്ടുപോയെന്ന്? -× - പ്ലസ് കിട്ടുകയും ചെയ്യും. നമുക്ക്
ആ മൈനസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 54 × 32. ശ്രദ്ധിച്ചേ, ഇവിടെ 54 × 32 ഉണ്ട്, 54 × 1 ഉണ്ട്. ഈ ആദ്യത്തെ 54 × 1 അല്ലേ? അപ്പോൾ 54 × 33 എന്ന് എഴുതിക്കൂടെ? 888 × -2 + 54 × 33. ഇത് AX + BYയുടെ രൂപത്തിലോട്ടായില്ലേ? അപ്പം ഇങ്ങനെയാണ് എക്സിൻ്റെ യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? GCD of 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. GCD of 1180, 482. How to find the GCD of these two numbers with the help of extended Euclidean algorithm. അപ്പം എക്സ്റ്റൻഡ് യൂക്ലിഡിയൻ അൽഗോരിതം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 1180 × x + 482 × y ആ രൂപത്തിലോട്ടാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു? 1180നെ 482ൻ്റെ ടേംസിൽ എഴുതി. അപ്പോൾ 482 × 2 + 216 ആണ് എന്ത്? 1180. ശ്രദ്ധിക്കുക, 482 × 3 ചെയ്തിരുന്നെങ്കിൽ മൈനസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നില്ല. മൈനസ് ഇവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതി? 482 = 216 × സംതിങ് + സംതിങ്. അപ്പോൾ 2 + 50 ആണ്. അത് സെക്കൻഡ് ഇക്വേഷൻ. മൂന്നാമത് എന്ത് എഴുതി? അപ്പോഴും നമുക്ക് +50 ആണ് കിട്ടിയിരിക്കുന്നത്, 0 ആയിട്ടില്ല. വി ഹാവ് ടു കണ്ടിന്യൂ ദിസ്. 216 = 50 × 4 + 16. അപ്പോഴും +16 ആണ് കിട്ടിയിരിക്കുന്നത്, 0 അല്ല. ഇനി 50 നമുക്ക് എങ്ങനെ എഴുതാം? 16 × 3 + 2. ഓക്കെ, അതും 2 ആണ് കിട്ടിയിരിക്കുന്നത്, 0 അല്ല. ഇനി 16 നമുക്ക് എങ്ങനെ എഴുതാം? 2ൻ്റെ ടേംസിൽ എഴുതാം, 2 × 8 + 0. ഇനി നമുക്ക് നിർത്താം. അപ്പം നമുക്ക് +0 നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? ഈ പറയുന്ന 16 2ൻ്റെ ടേംസിൽ എഴുതിയപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്, ചോപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ GCD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 2ൽ നിന്ന് തുടങ്ങണം. അതായത് 2 = 50 - 16 × 3 വെച്ച് തുടങ്ങണം. ശ്രദ്ധിക്കുക, 50 - 16 × 3. ഇനി നമുക്കിവിടെ മൈനസ് താല്പര്യമില്ല, അപ്പോഴെങ്ങ് പ്ലസ് ആക്കിക്കൊള്ളാം. 50 + 16 × -3. ഓക്കെ, 16 × -3. ഇനി 16 നമുക്ക് വീണ്ടും മാറ്റണം അല്ലേ? നമുക്കിപ്പോൾ കണ്ടോ, എയും ബിയുടെ സ്ഥാനത്ത് 1180യും 482 ആണ്. അപ്പോൾ എങ്ങനെയെങ്കിലും 1180യും 482 എന്ന് പറയുന്ന കണ്ടൻറ്റുകൾ എൻ്റെ ഇക്വേഷനിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ 16 × -3. 16 ഞാൻ എനിക്ക് എങ്ങനെ എഴുതാം? തൊട്ട് മുൻപത്തെ ഇക്വേഷൻ നോക്കിയേ, 16 തേർഡ് ഇക്വേഷൻ. 16 216 - 50 × 4 എഴുതാം അല്ലേ? കണ്ടോ, 216 - 50 × 4. പിന്നെ ഓൾറെഡി -3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 50 + 216 പ്ലസ് ഞാൻ പറഞ്ഞു 50 -50 × 4നെ +50 × -4 ആക്കി. ഓക്കെ, × -3. പിന്നെ വീണ്ടും കംപ്ലീറ്റ്ലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 50 + 216 × -3 + 50 × 12. കണ്ടോ, -4 -3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 12 ആക്കി. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും 50 × 4 50 × 3 ചെയ്യരുത്. ആ ചെറിയ നമ്പേഴ്സ് വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതാൻ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് 50 × 1 കിടപ്പുണ്ട്. വെറും 50 എന്ന് പറഞ്ഞാൽ 50 × 1 ആണ്. അപ്പോൾ അതുമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ 50 അതുപോലെ നിലനിർത്തിക്കൊണ്ട് വേറെ ഏതെങ്കിലും നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിർത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 50 × 12 ഉണ്ട്, 50 × 1 ഉണ്ട്. അതായത് 50 × 13 ആണ്. പ്ലസ് 216 × -3. അപ്പോൾ ശ്രദ്ധിച്ചേ, നമുക്കിപ്പോഴും 1180 482 എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റെപ്സ് ചെയ്താലേ പറ്റുള്ളൂ. എങ്ങനെ ചെയ്യേണ്ടത്? 50 × 13 വരെയാണ് നമ്മൾ നിർത്തിയത്. 50 നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും തിരിച്ചു കൊണ്ടുവരും. കാരണം നമ്മുടെ ഇക്വേഷനിൽ നോക്കിയേ 50 അല്ലേ? സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷനല്ലേ നമ്മൾ തൊട്ട് മുന്നേ അപ്ലൈ ചെയ്തത്. ഇനി സെക്കൻഡ് ഇക്വേഷനിലോട്ട് പോകാം. 50 നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ നോക്കിയേ, 482 - 216 × 2. അപ്പോൾ കണ്ടോ, 482 എന്ന് പറയുന്ന കണ്ടന്റ് വന്നില്ലേ? അപ്പോൾ 50 482 - 216 × 2 എഴുതാം. ഇതാ നോക്കിയേ, 482 50 നമുക്ക് എങ്ങനെ 50 482 - 216 × 2. പിന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന 13. ഇതേ സെയിം പ്രൊസീജിയർ താഴോട്ടും ചെയ്യുക. 482 × 13 -216 × 13 × 2 എന്ന് പറഞ്ഞാൽ 26 ആണ്. ദ ബ്രാക്കറ്റിൽ കണ്ടോ, മൈനസ് അങ്ങോട്ട് പോയത് കണ്ടോ, -26 ആയത് കണ്ടോ, പ്ലസ് 216 × -26. അപ്പോൾ 216 × -3 ഉണ്ട്, 216 × -26 ഉണ്ട്. അപ്പോൾ രണ്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസ് വിത്ത് വലിയ നമ്പറിൻ്റെ നെഗറ്റീവ് സൈൻ ആയിരിക്കും നമ്മളിവിടെ ഇടുന്നത് അല്ലേ? അപ്പം -26 -3 എന്ന് പറഞ്ഞാൽ 29 -29 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 216 - 29. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി 482 ഉണ്ട്. ഇനി 1180 എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇപ്പം ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്. 482 × 13 + 216 × -29. 216നെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 216 കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ. 216നെ 1180 - 482 × 2. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 1180 - 482 × 2 ഇൻറ്റു ദ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന -24. അപ്പോൾ 1180 × -24 + 482 × 20. ഈ 2നെയും -29നെയും മൾട്ടിപ്ലൈ ചെയ്യുക, 58 കിട്ടും.
ഓക്കെ. എന്നിട്ട് നോക്കുക, 482 ഇൻറ്റു 13 ഓൾറെഡി ഉണ്ട്, 482 ഇൻറ്റു 58 ഉണ്ട്. അപ്പോൾ 58 പ്ലസ് 13 ചെയ്യുക, നിങ്ങൾക്ക് 71 കിട്ടും. 482 ഇൻറ്റു 71 പ്ലസ് 1180 ഇൻറ്റു -29. അപ്പോൾ 1180 എന്ന് പറയുന്നതാണ് എ, 482 ആണ് നിങ്ങളുടെ ബി. അപ്പോൾ 482 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -29, വൈ എന്ന് പറഞ്ഞാൽ 71. ഓക്കെ, അപ്പം ആ രൂപത്തിലോട്ട് നിങ്ങൾക്ക് ആക്കാൻ പറ്റിയില്ലേ. അപ്പം ഇതാണ് എന്ത്, നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം. ഇനി മോഡുലാർ അരിത്തമെറ്റിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സിംപ്ലി യു ഹാവ് ടു ബി അവർ, ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, കുറേ പ്രോപ്പർട്ടീസും സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാലും മനസ്സിലാവുന്നേ ഉള്ളൂ. ഇത് നോക്കി, എ മോഡ് എൻ പ്ലസ് ബി മോഡ് എൻ ദ ഹോൾ മോഡ് എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി മോഡ് എൻ. ഓക്കെ, അത് പ്രൂവ് ചെയ്യണമെങ്കിൽ വെറുതെ എയും ബിയും എന്നിനൊക്കെ വാല്യൂസ് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. എ മോഡ് എൻ, എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി 11 തന്നിട്ടുണ്ട്, 11 മോഡ് 8 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 15 മോഡ് 8 ദ ഹോൾ മോഡ് 8, എ പ്ലസ് ബി മോഡ് എൻ എന്നല്ലേ പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് 11 പ്ലസ് 15 മോഡ് 8 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 11 മോഡ് 8 എന്ന് പറഞ്ഞാൽ 3 ആണ് റിമൈൻഡർ, 15 മോഡ് 8 എന്ന് പറഞ്ഞാൽ 7 റിമൈൻഡർ, 3 പ്ലസ് 7 മോഡ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മോഡ് 8 ആണ് അല്ലേ. അപ്പം 10 മോഡ് 8 26 മോഡ് 8 ആണെന്ന് പ്രൂവ് ചെയ്യണം. 10 മോഡ് 8 എന്ന് പറഞ്ഞാൽ 10/8 ചെയ്താൽ 2 ആണ് റിമൈൻഡർ കിട്ടുന്നത്. 26 മോഡ് 8 ചെയ്ത് കഴിഞ്ഞാലും റിമൈൻഡർ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 തന്നെ കിട്ടും. അപ്പോൾ ഈക്വലൈസ്ഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് താഴോട്ടെല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത്. സിംപ്ലിസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് കൊടുത്തിരിക്കുന്നു, ജസ്റ്റ് ഫോർ യുവർ അവയർനെസ്. അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി, കൂടുതലായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് വിച്ച് ഇസ് ലൈങ് ബിഹൈൻഡ് ദിസ് മോഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് RSAയും ഡിഫി-ഹെൽമാനൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ശരിക്കും ഇത് ചോദിച്ചത്. ശ്രദ്ധിക്കാം, ലിറ്റിൽ ഫെർമാസ് തിയറമും ഓയിലേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും കാണാതെ തന്നെ പഠിക്കുക. അത് തീർച്ചയായിട്ടും എക്സാമിനുണ്ടാവും. ഓക്കെ.